ആ കൂട്ടത്തിലാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ഖാസിമിയും അദ്ദേഹവും പറയുന്നത്. ഇവിടെയുള്ള പഴയകാല മുസ്ലിമീങ്ങളുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തിട്ട് അബൂജഹൽ അയാൾ ഏത് വിശ്വാസക്കാരനായിരുന്നു? അള്ളാഹുവിനെ അറിയുന്നയാളായിരുന്നോ അറിയാത്ത ആളായിരുന്നോ? പറയട്ടെ, ഖാസിമിയുടെ ശബ്ദത്തിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അബൂജഹൽ തന്റെ സൈന്യവുമായി നേരെ പടയെടുത്തു കൊണ്ടുപോയി കഅബയുടെ വാതിൽ തുറന്ന് കഅബയ്ക്കകത്ത് കയറി കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. എങ്ങനെ വിളിച്ചേ? അല്ലാഹുമ്മ. നമ്മൾ വിളിക്കുന്നതും ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ അന്തസ്സലാം, അല്ലാഹുമ്മ റബ്ബന ആതിന, അല്ലാഹുമ്മ ജഅൽനാ ബിൽ ഈമാനി കാമിലീൻ. എന്താ വിളിച്ചത് അബൂജഹൽ? അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. ഈ വീടിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ. അല്ലാഹു അക്ബർ. അബൂജഹൽ വിളിച്ചത് ആരെയാ? പിന്നെ എന്താ നിങ്ങൾ റളിയല്ലാഹു അൻഹു പറയാത്തത്? അബൂജഹൽ വിളിച്ചത് അള്ളാഹുവിനെ. ഹദീസാണല്ലോ ഇത്. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. ആയത്ത് വേറെ വരുന്നുണ്ട്. വിളിച്ചതിന്റെ ഗുണം മനസ്സിലായത് എപ്പോഴാണെന്നുള്ളത് അത് ആയത്ത് വേറെ വരുന്നുണ്ട്. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. ഇവിടെ ഒരു ഇച്ചിരി കാര്യം മനസ്സിലാക്കിയേ പറ്റൂ. ഉസ്താദിനെ നിങ്ങൾ അറുത്ത് മുറിച്ചാലും ശരി, പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് അല്ലാഹുവിനെ പരിചയപ്പെടുത്താനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടേക്ക് വന്നത് അല്ലാഹുവിനെ പരിചയപ്പെടുത്താനല്ല. എല്ലാ ബിദ്ഈ പ്രസ്ഥാനങ്ങളുടെയും ബ്രാൻഡാണത്. വിശദീകരിക്കാം. അള്ളാഹുവിനെ പരിചയപ്പെടുത്താനല്ല. നമ്മൾ ഒരു പക്ഷേ പറഞ്ഞേക്കാം അള്ളാഹുവിനെ പരിചയപ്പെടുത്താനാണ് റസൂലുള്ള വന്നതെന്ന്. ഒരിക്കലുമല്ല. അബൂജഹൽ വിളിച്ചതും അള്ളാഹുവിനെ, ബദറിൽ നിന്ന് റസൂലുള്ള വിളിച്ചതും അള്ളാഹുവിനെ. എവിടെയാണ് പെശക് പറ്റിയത്? ക്രിസ്ത്യാനികൾ വിളിക്കുന്നതും ദൈവത്തെ, ഹിന്ദുക്കൾ വിളിക്കുന്നതും ദൈവത്തെ, മുസ്ലിങ്ങൾ വിളിക്കുന്നതും അള്ളാഹുവിനെ. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനിയുമല്ല, നമ്മൾ ഹിന്ദുക്കളുമല്ല, നമ്മൾ അബൂജഹലിന്റെ പാർട്ടിക്കാരുമല്ല. പിന്നെ നമ്മൾ മുസ്ലിങ്ങള് അബൂജഹൽ എന്ന് കേൾക്കുമ്പോൾ അനത്ത് പറയും, നമ്മുടെ സഹാബാക്കളുടെ പേര് കേൾക്കുമ്പോൾ തർളിയത്തിയല്ലോ. എവിടെയാണ് പിഴച്ചു പോയത്? എവിടെയാ പിഴച്ചത്? അപ്പോൾ മുസ്ലിങ്ങൾ വിളിക്കുന്ന അല്ലാഹുവും ക്രൈസ്തവ ലോകം വിളിക്കുന്ന ദൈവവും ഹൈന്ദവ ലോകം വിളിക്കുന്ന ദൈവവും അബൂജഹൽ വിളിക്കുന്ന ദൈവവും അതെല്ലാം അല്ലാഹു ആണ് എന്ന് മനസ്സിലാക്കി പോയി. അബൂജഹൽ വിളിച്ച അല്ലാഹു നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹു അല്ല. അബൂജഹൽ വിളിക്കുന്ന അല്ലാഹു നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിലുള്ള അല്ലാഹല്ല. ഇതേ ആശയം തന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ മൗലവി പറഞ്ഞ അതേ ആശയം മുജാഹിദുകാരൻ പറഞ്ഞിട്ട് അയാള് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹുവിൽ തന്നെയാണ് അബൂജഹൽ വിശ്വസിച്ചത് എന്നാണ്. അതുകൂടി കേട്ടിട്ട് ഞാൻ വിശദാംശങ്ങൾ പറയാം. അല്ലാഹുവിൽ അബൂജഹൽ വിശ്വസിച്ചിരുന്നു എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളും പറയുന്നു. കാരണം രണ്ടും ഒരുമ്മയുടെ മക്കളാണ്. മക്കയിലെ മുശ്രിക്ക് അല്ലാഹനെ തള്ളിയവരല്ല, അല്ലാഹുവെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. മക്കയിലെ മുശ്രിക്ക് അല്ലാഹനെ തള്ളിയവരല്ല, അല്ലാഹുവെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിനെ തള്ളിയവരല്ല, അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നവരാണ്. അത് വേറെ ഒരു റബ്ബാണോ? അതല്ല, നമ്മളുടെയൊക്കെ ഉടമസ്ഥൻ, ലോകത്തിന്റെ മുഴുവനും ഉടമസ്ഥൻ, സർവാധികാരിയായ നമ്മൾ പറയുന്ന അള്ളയും അബൂജഹൽ പറഞ്ഞ അള്ളയും ഒന്നാണോ? അത് തന്നെ എന്ന് അയാൾ വിശദീകരിക്കുന്നു. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ നിന്ന് ദുആ ചെയ്തു, പടച്ചവനെ
ചെറിയ സംഘം ഇവിടെ അവസാനിച്ചു പോയാൽ നിന്നെ ആരാധിക്കാൻ ഇനി ആളുണ്ടാവില്ല റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത അല്ലാഹുവും തബ്ലീഗ് ജമാഅത്തിന്റെ ഖാസിമിയുടെ ഭാഷയിൽ അന്നു തന്നെ വിജയത്തിന് വേണ്ടി അബൂജഹൽ ദുആ ചെയ്ത അല്ലാഹുവും ഒന്നാണോ? അല്ല അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് ലോകത്തിന്റെ മുഴുവനും അധികാരിയായ ഏകനായ അല്ലാഹുവിനെയാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. സമാനതകളില്ലാത്ത, സൃഷ്ടിഭാവങ്ങളില്ലാത്ത, സൃഷ്ടികളുടെ ഗുണഭാവങ്ങൾ ഏതുമില്ലാത്ത ഏകനായ അല്ലാഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചതെങ്കിൽ അബൂജഹൽ വിളിച്ചത് പെൺമക്കളുള്ള അല്ലാഹുവിനെയാണ്, അല്ലെങ്കിൽ പങ്കാളികളുള്ള അല്ലാഹുവിനെയാണ്. പങ്കാളികളുള്ള കുറെ ദൈവങ്ങളുടെ കൂട്ടത്തിലെ ഒരു പെരുന്തൈവത്തിനോ സന്താനങ്ങളുള്ള ഒരു പ്രതിഭാസത്തിനോ അവരല്ലാഹു എന്ന് പേരിട്ട് വിളിക്കുകയല്ലാതെ മക്കാ മുശ്രിക്കീങ്ങൾക്ക് അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അവരല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല. ഇവിടെയാണ് യഥാർത്ഥത്തിൽ എല്ലാ ബിദ്അ പ്രസ്ഥാനങ്ങളും ഒരേ കൂടാരത്തിലാണ്.